നമസ്കാരം, ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടൊന്നല്ല, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഉച്ചതിരിഞ്ഞിട്ട് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രധാന ചേരുവകൾ അരിപ്പൊടിയും പിന്നെ 2 സവോളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സവോള ഒന്ന് അരിഞ്ഞിട്ട് വരാം. ആദ്യം 2 സവോള ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. നൈസായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ചെയ്തതിനേക്കാൾ നന്നായിട്ട് നൈസായിട്ട് ചെയ്യാണ് കൂടുതൽ നല്ലത് കേട്ടോ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും, അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 2-3 പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതിടുക. പിന്നെ കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയായാലും മതി. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ലേശം ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതി. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി. അപ്പോൾ നിങ്ങൾക്ക് എരിവിനുള്ള മുളക് പൊടി ഇടാനായിട്ട് നോക്കുക. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് കുറച്ചിട്ട് ഇടുക. അപ്പോൾ ഇത്രയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ ഇതിലേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മതി കേട്ടോ അരിപ്പൊടി. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിന് താഴെയായിട്ട് വരും, 1/2 ഗ്ലാസ്സിന് താഴെയായിട്ട്. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് വെള്ളം നനച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സ്പൂണൊക്കെ മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിരുമ്പുന്ന പോലെ ആക്കിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ മാവ് പോലെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം തെളിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം കൂടരുത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് തെളിച്ചിട്ട് കുഴച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ കൂടിപ്പോയാൽ ആകെ കുളവും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ആ ഒരു ഡോ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിപ്പുവടയ്ക്കൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്യില്ലേ, അതേ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം. ഇനിയൊന്നുമില്ല, ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മുടെ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അരിപ്പൊടിയും അതുപോലെ തന്നെ സവോളയൊക്കെ വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചായക്കുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒരു ചൂട് ചായക്കൊപ്പം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുക. സോസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതേ ഞാനൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം, കണ്ടില്ലേ? അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. സിമ്പിളാണ്, മനസ്സിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ, എന്നാലും പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ മാത്രമല്ല, പ്രാർത്ഥനാസ് വേൾഡും ഉണ്ട് എനിക്ക്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ എല്ലാവരും. എന്നിട്ട് അഭിപ്രായം പറയണേ. ഇനിയിപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും നന്ദി. താങ്ക്